السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن الله علينا ووقانا عذاب السموم. صدق الله العلي العظيم. الفكر نصف العبادة وقلة الطعام هي العبادة. شفيعنا رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും സമാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മഹത്താനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെയാണ് വിശ്വാസി ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയം ആഗോളതലത്തിൽ തന്നെ യുദ്ധാന്തരീക്ഷം ഘനീഭവിച്ച് നിൽക്കുകയാണ്. എല്ലാ സ്നേഹജനങ്ങളും ഭയത്തിലും ആശങ്കയിലുമാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ജനതയ്ക്ക് സമാധാനം നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വിശുദ്ധമായ റമദാനിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ചിന്തകൾ മുന്നോട്ട് വയ്ക്കേണ്ട അല്ലെങ്കിൽ വയ്ക്കുന്ന ഒരു മാസമാണ്, ദിനരാത്രങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രസിദ്ധമായ റമദാനിലെ ഏറ്റവും വലിയ പ്രത്യേകത വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. ഏതൊരു അനുഷ്ഠാന മുറയ്ക്കും അതിൻ്റേതായ ചില ആത്യന്തിക ലക്ഷ്യങ്ങൾ ഉണ്ട്. പ്രസിദ്ധമായ ഖുർആൻ വ്രതാനുഷ്ഠാന സംബന്ധമായി പറഞ്ഞ ഒരു വാക്യശകലം വളരെയധികം പ്രാധാന്യം വഹിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭക്തരാകാൻ വേണ്ടിയാണ് വിശുദ്ധമായ വ്രതാനുഷ്ഠാനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഭക്തരാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ സംസ്കരണമാണ് അതുകൊണ്ട് ലക്ഷ്യം ആക്കുന്നത്. ആത്മാവിൻ്റെ സംസ്കരണം സുസാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികം ആക്കേണ്ടതുണ്ട്. ഒന്നാമതായി അവൻ്റെ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. വികാര വിചാരങ്ങളെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ അന്നപാനീയങ്ങളുടെ നിയന്ത്രണം അതനിവാര്യമായി വരുന്നു. ആ അന്നപാനീയങ്ങളുടെ നിയന്ത്രണം ശക്തമാക്കുവാൻ വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നമുക്ക് നിർബന്ധം ആക്കിയിട്ടുള്ളത്. സുബ്ഹ് മുതൽ മഗ്രിബ് വരെയുള്ള സമയം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഒരു വിശ്വാസി കഴിയുമ്പോൾ അവൻ പല നിരക്കുമുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കുന്നതിലും അതുപോലെ തന്നെ മുന്നോട്ട് നയിക്കുന്നതിലും നമ്മളെ അന്നപാനീയങ്ങൾക്ക് അതിൻ്റേതായ പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം വളരെയധികം പ്രധാനമാണ്. അൽ ഫിക്റു നിസ്ഫുൽ ഇബാദ വഖില്ലത്തു തുആമി ഹിയൽ ഇബാദ. ആത്മീയമായ ചിന്ത എന്ന് പറയുന്നത് അത് നിസ്ഫുൽ ഇബാദത്തി, ആരാധനാമുറകളുടെ അർദ്ധഭാഗമാണ്. വഖില്ലത്തു തുആമി എന്നാൽ ഭക്ഷണം കുറയ്ക്കുക എന്ന് പറയുന്നത് ഹിയൽ ഇബാദത്തു, അത് തന്നെയാണ് ആരാധന എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ പറഞ്ഞൊരു ഉദ്ദേശം? അന്നപാനീയങ്ങൾ മനുഷ്യൻ നിയന്ത്രിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് അടുക്കുവാനുള്ള ഒരു ത്വര അവനിൽ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, അപരൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് മാനുഷികമായ മൂല്യം ഉയർന്നു വരിക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന അപരവികാരം മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപരവികാരം മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമാണ് മനുഷ്യൻ്റെ വിശപ്പെന്ന് പറയുന്നത്. വിശപ്പിനേക്കാൾ വലിയൊരു വികാരം വേറില്ല. ലോകത്ത് വിശന്നു പൊരിയുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകൾ. അത്തരം ആളുകളുടെ വികാരത്തെ സ്വാംശീകരിക്കാൻ വ്രതാനുഷ്ഠാനത്തിലൂടെ ഒരു വിശ്വാസിക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. അവർ വ്യക്തി നോമ്പനുഷ്ഠിക്കുമ്പോൾ എന്താണ് വിശപ്പ് എന്നുള്ളൊരു തിരിച്ചറിവ് അവനുണ്ടാകുന്നു. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അപരനെ പരിഗണിക്കുവാനും
അവരൻ്റെ വികാരങ്ങളെ മാനിക്കുവാനും ഒരു മനുഷ്യന് സാധ്യമാവുകയാണ് ചെയ്യുന്നത്. വിശുദ്ധമായ ഇസ്ലാം ഇതിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ വിശ്വാസി ആരാണ് എന്നുള്ള ചോദ്യത്തിന് വരെ കൊടുത്തിട്ടുള്ള മറുപടി വളരെയധികം പ്രസക്തമാണ്. യഥാർത്ഥ വിശ്വാസി ആകണമെന്നുണ്ടെങ്കിൽ അഹിബ്ബുലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക്, നിനക്ക് നീ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കൂടി നീ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. ലിന്നാസ് എന്നാണ് പറഞ്ഞത്. അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ അതല്ലെങ്കിൽ മറ്റുള്ള വൈജാത്യങ്ങളോ വകഭേദങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ടുകൊണ്ട് ആ മനുഷ്യർക്കൊക്കെ നമുക്ക് താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ സ്വയം താല്പര്യപ്പെടുവാൻ സന്നദ്ധമാവുക. ഇസ്ലാമിൻ്റെ തസവ്വുഫും അതുപോലെ തന്നെ ആധ്യാത്മധാരകളുമൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഇതാണ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഹ്യാഇൽ ഒരു സാത്വിൻ്റെ കഥ പറയുന്നുണ്ട്. ആ സാത്വികൻ്റെ വീട്ടിൽ എലിശല്യം വർദ്ധിക്കുകയാണ്. ആ വീട്ടിലേക്ക് വന്ന ഒരു അതിഥി അദ്ദേഹത്തോട് ഒരു അഭിപ്രായം പങ്കുവെച്ചു. താങ്കൾക്ക് ഒരു പൂച്ചയെ വളർത്തിയാൽ എലിശല്യം ഒഴിവാക്കാമല്ലോ എന്ന്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, പൂച്ചയെ വളർത്തിയാൽ ഒരുപക്ഷെ എലിശല്യം ഒഴിവാക്കും, പക്ഷേ പൂച്ച ഇരയെ പിടിക്കാൻ വേണ്ടി എലികളുടെ പിന്നാലെ പോയുമ്പോൾ ആ എലികൾ ചെന്ന് പാഞ്ഞു കയറുന്നത് എൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്കായിരിക്കും. അയൽവാസിക്ക് അതൊരു ബുദ്ധിമുട്ടാകും. എനിക്ക് ബുദ്ധിമുട്ടാകുന്നൊരു കാര്യം അയൽവാസിക്ക് വന്നിച്ചേരുക എന്ന് പറയുന്നത് ഞാനൊരിക്കലും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം അതിന് സന്നദ്ധം അല്ല എന്ന് പറഞ്ഞൊരു സംഭവം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ അധ്യാത്മ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപരൻ്റെ വികാരത്തെ മാനിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ മാനിക്കണം എന്നുണ്ടെങ്കിൽ ചില തിരിച്ചറിവുകൾ മനുഷ്യനാവശ്യമാണ്. ആ തിരിച്ചറിവുകളുടെ ഭാഗമായിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യൻ അപരൻ്റെ വികാരം സ്വയം മനസ്സിലാക്കുന്നു, അതിനനുസൃതമായി പ്രതികരിക്കുന്നു. അനുവിശ്വാസിയുടെ നോമ്പ് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനെ വിമലീകരിക്കുകയും ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും അവനെ ആധ്യാത്മികമായി സമുന്നതൻ ആക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതേസമയം പരിശുദ്ധമായ ഖുർആനിനെ ചേർത്ത് പിടിക്കേണ്ടയും കൂടി മാസമായിട്ടാണ് വിശുദ്ധമായ റമദാൻ ഉള്ളത് എന്ന് നമുക്കറിയാം. കാരണം റമദാൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ അവതീർണമായിട്ടുള്ള മാസമാണ് റമദാൻ. അപ്പോൾ ഖുർആൻ്റെ വാർഷിക മാസമാണ്. ഖുർആൻ മനുഷ്യന് മാർഗദർശകമാണ്. ഖുർആൻ മനുഷ്യന് നൽകുന്ന സന്ദേശങ്ങൾ അത് എല്ലാ കാലത്തിലും യോജിച്ചതാണ്. മനുഷ്യൻ്റെ ആത്മശുദ്ധീകരണം അത് പരിശുദ്ധമായ ഖുർആൻ സുസാധ്യമാക്കുന്നു. കാരണം ഖുർആൻ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ചിന്തിച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ അത് മനുഷ്യൻ്റെ ആത്മസംസ്കരണത്തിനധികം ഉപകരിക്കുമെന്നുള്ളത് പണ്ഡിതന്മാരൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ വിരചിതമായ ഒരു ആത്മീയ ഗ്രന്ഥമാണ്, കാവ്യഗ്രന്ഥമാണ് അദ്കിയ എന്ന് പറയുന്നത്. വലിയ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ അദ്കിയ എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മൾ പരിശോധിച്ചാൽ അതിൽ പൂർവ്വസ്വരീകളായ ഒരുപാട് മഹാന്മാരുടെ ആധ്യാത്മ ദർശനങ്ങൾ കൊടുത്തതായി കാണാൻ സാധിക്കും. അതിൽ ഒരു ദർശനമാണ് ദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന വലിൽ ബത്നിൽ ഖലാം ഖിയാമു ലൈലിൻ വത്തദർറു ബിസ്സഹർ വമുജാലസത്തു സ്വാലിഹീനിൽ ഫുദ്ദല. ഇബ്രാഹിം അൽ ഖവ്വാസ് എന്ന് പറയുന്ന ഒരു ആധ്യാത്മ ഗുരുവിൻ്റെ വാക്യങ്ങളാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കാവ്യശകലമായി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അൽ ഖവ്വാസ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ജനീദുൽ ബഗ്ദാദി റളിയല്ലാഹുവിൻ്റെ സമശീർഷനാണ്, വലിയ ആധ്യാത്മ ഗുരുവാണ്. ഖൗസി എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഈത്തപ്പന നാരുകളെ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വട്ടികൾ, ബസ്ക്കറ്റുകളാണ്. അതുണ്ടാക്കി വിറ്റ് അതുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഒരു ജീവിതം നയിച്ചിരുന്നത്. ഒരു മനുഷ്യന് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവന് അനുവദനീയമായ ഒരു തൊഴിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന കാഴ്ചപ്പാട് അത് ഇസ്ലാമികമാണ്. അത് സൂഫിവര്യന്മാരായ ആളുകൾക്ക് പോലും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ആത്മീയത അവർ കാത്തു സൂക്ഷിച്ച് പരിരക്ഷിച്ച് മുന്നോട്ട് പോയി. ഒരുപാട് ആത്മീയ സന്ദേശങ്ങൾ ലോകത്തിന് സമ്മാനിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം അൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു. മല്ലം യസ്ബിർ ലം യദ്ഫർ, ഇബ്രാഹിം അൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണ്. ഒരാൾ സഹിക്കുന്നില്ല എങ്കിൽ, ക്ഷമിക്കുന്നില്ല എങ്കിൽ അവനൊരിക്കലും തന്നെ വിജയിക്കാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. അത്തരം ഘട്ടങ്ങളിലൊക്കെ സഹിക്കാനും ക്ഷമിക്കുവാനും സന്നദ്ധമാകുമ്പോഴാണ് നമുക്ക് വിജയം കൊയ്തെടുക്കാൻ കഴിയുന്നത് എന്ന് പറയുന്ന വലിയൊരു ആദർശം
ബഹുമാനപ്പെട്ടവർ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരിക്കൽ അവിടെ നിന്ന് പറഞ്ഞത് മല്ലം യബ്ഖി അലൈഹി ദുന്യ ലം തദ്ഹക്കിൽ ആഖിറത്തുഹു. ഒരു മനുഷ്യൻ അവൻ്റെ പേരിൽ ഈ ഇഹലോകം കരയാൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ലം തദ്ഹക്കിൽ ആഖിറത്തുഹു, പാരത്രിക ലോകം അവന് വേണ്ടി ചിരിക്കാനും ഉണ്ടാവുകയില്ല. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് ഇവിടെ പറയുമ്പോൾ ഒരു നഷ്ടബോധം സൃഷ്ടിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അയാൾ ഇനിയും കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് സ്വന്തം പരിസരം ആവശ്യപ്പെടുന്ന രൂപത്തിലുള്ളൊരു നഷ്ടബോധം സൃഷ്ടിക്കാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ, അഥവാ ഒരാൾ അവനിൽ മാത്രം ഒതുങ്ങി അവൻ്റെ ബിസിനസ്, അവൻ്റെ കുടുംബം, അതിനപ്പുറത്തേക്ക് മറ്റൊരാൾക്കും അവനെക്കൊണ്ട് ഒരു ഉപകാരവും ലഭിച്ചിട്ടില്ല, ആ രൂപത്തിലല്ലാതെ ഒരു പരോപകാരിയായി ജീവിച്ച് മരിച്ചു പോവുകയാണ് എങ്കിൽ ലം തദ്ഹക്കിൽ ആഖിറത്തുഹു, അത്തരം ആളുകൾക്ക് വേണ്ടി പാരത്രികലോകം ചിരിക്കാനുണ്ടാകും, അല്ലെങ്കിൽ പാരത്രികലോകം ചിരിക്കാനുണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു കാര്യമാണ് ദവാ ഉ ഖൽബ്. നമ്മുടെ ഹൃദയത്തിന് അസുഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾക്ക് 5 ചികിത്സകളുണ്ട്. ആ 5 ചികിത്സകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സ ഏതാണ്? പരിശുദ്ധമായ ഖുർആൻ. തിലാവത്തുൽ ഖുർആനി ബിതദബ്ബുരിൽ മഅന, അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ആലോചിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആൻ്റെ പാരായണം അർത്ഥതലങ്ങൾ ആലോചിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനുള്ള അറിവ് വേണം, അതിന് ആഴങ്ങളിലേക്ക് ചിന്തിക്കാനുള്ള ശേഷി വേണം. പൂർവിസൂരികരായ ആളുകൾക്കൊക്കെ അതുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ബിയുടെ അരികിലേക്ക് ഉബാദത്തു ഇബ്നു ഹംസ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബീവി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. ഖുർആനിലെ സൂറത്ത് തൂറിൽ വിശ്വാസികളായ ആളുകൾ നാളെ സ്വർഗസ്ഥരായി കഴിഞ്ഞാൽ പറയുന്ന അഭിമുഖ ഭാഷണത്തെക്കുറിച്ചുള്ള പരാമർശം അടങ്ങുന്നൊരു വാക്യമാണ് ഓതുന്നത്. എന്താണ് ആ വാക്യം? ഫമന്നല്ലാഹു അലൈനാ വഖാന അദാബസ്സമൂം. അവർ പറയുകയാണ് ഫമന്നല്ലാഹു അലൈന, പ്രപഞ്ചനാഥനായ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തു തന്നു, മാപ്പ് തന്നു, പാപമോചനം തന്നു. വഖാന അദാബസ്സമൂം, കഠിനമായ നരകശിക്ഷ അവൻ നമുക്ക് കാത്തു പരിരക്ഷിച്ചു എന്നർത്ഥം വരുന്ന വാക്യം സന്തോഷത്തോടുകൂടെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗം, അതാണ് പരിശുദ്ധമായ ഖുർആനിൽ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇബാദത്തു ഇബ്നു ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കുറേ സമയം വെയിറ്റ് ചെയ്തു, പക്ഷേ ബീവി എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അവിടുന്ന് ഖുർആൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് വീണ്ടും വീണ്ടും ആ വാക്യം ഓതുകയാണ്. വഹിയ തഖറു വതുഈദു വതദ്ഉ. ആ വാക്യം ഇങ്ങനെ ഓതുന്നു, അതിങ്ങനെ ആവർത്തിക്കുന്നു. ആ വാക്യം മുന്നിൽ വെച്ചുകൊണ്ട് പ്രപഞ്ചനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കാൻ മോക്ഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ സമയമായപ്പോൾ എനിക്ക് തിരക്കായി, ഞാൻ മാർക്കറ്റിൽ പോയി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. തിരക്ക് പിടിച്ച ജീവിതമാണ്, ഇതിനിടയിൽ വന്നു ചേർന്നതാണ്. ഞാൻ ഉടനെ മാർക്കറ്റിലേക്ക് പോയി എൻ്റെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ച് തിരിച്ച് വീണ്ടും അസ്മാബിയുടെ അരികിലേക്ക് വന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, എനിക്ക് കാണാൻ കഴിയുന്നത് വഹിയ തഖറഉ വതുഈദു വതദ്ഉ. എന്താണ്? ബീവി വീണ്ടും അതേ വാക്യം തന്നെ ആവർത്തിച്ചോതിക്കൊണ്ടിരിക്കുന്നതാണ്. ഫമന്നല്ലാഹു അലൈനാ വഖാന അദാബസ്സമൂം എന്ന് പറയുന്ന വാക്യം തന്നെ വഹിയ തഖറു, അത് തന്നെ ഓതുന്നു, വതുഈദുഹാ, അത് തന്നെ ആവർത്തിക്കുന്നു, വതഖറഉ വതഖറഉഹു, അത് ഓതുന്നു, വതുഈദുഹാ വതദ്ഉ, അത് വെച്ചിട്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ചിന്തിക്കുക, അതിലിങ്ങനെ അങ്ങനെ പര്യാലോചിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഒരു ചര്യയാണ്. അത് മനുഷ്യനെ ആത്മീയമായി സംസ്കരിക്കുന്നതാണ്. കാരണം പരിശുദ്ധമായ ഖുർആനിൽ എല്ലാ ആശയങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഖുർആൻ അത് ലോകത്തോടാണ് സംവദിക്കുന്നത്, സംസാരിക്കുന്നത്. മാനുഷികമായ മൂല്യങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആൻ ഉദ്ഘോഷിക്കുന്നത്. എല്ലാവിധ വിജ്ഞാനങ്ങളിലും നിർഘടിച്ചിട്ടുള്ളത് പരിശുദ്ധമായ ഖുർആനിൽ നിന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം തന്നെ കാന ഖുലുഖുൽ ഖുർആൻ, അത് പരിശുദ്ധമായ ഖുർആനായിരുന്നു. പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം, വിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത് സ്വയം സംസ്കൃതനാകാൻ ഒരു മനുഷ്യന് അവസരം സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ അപരനെ പരിഗണിക്കുവാനുള്ള, അപരൻ്റെ വികാരങ്ങൾ മാനിക്കുവാനുള്ള ഒരു ത്വര, അതല്ലെങ്കിൽ ഒരു ഗൈഡ് ഓരോ വിശ്വാസിക്കും സമ്മാനിക്കുന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ലോകാന്തരീക്ഷം ഭീഷണമാണെന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്നതാണ്. പശ്ചിമേഷ്യൻ മേഖലകളിൽ ഉരുണ്ടുകൂടിയിട്ടുള്ള യുദ്ധം, അത്
പരിധി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കെടുതി ലോകം മുഴുവനും അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ഇവിടെ മനുഷ്യന് അപരനെ കാണാനും പരിഗണിക്കാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ ആളുകൾക്കും അവനവൻ്റേതായ ചില നിക്ഷിപ്ത താല്പര്യങ്ങളാണ്. അത് വ്യക്തികളായിരുന്നാലും കുടുംബങ്ങളായിരുന്നാലും രാജ്യങ്ങളായിരുന്നാലും രാഷ്ട്രങ്ങളായിരുന്നാലും രാഷ്ട്ര നേതാക്കന്മാരായിരുന്നാലും സ്വന്തം രാജ്യത്തിൻ്റെ സാമ്പത്തികമായ ഭദ്രതയും പുരോഗതിയും അതിനപ്പുറത്തേക്ക് മറ്റുള്ള രാജ്യവും കൂടി നിലനിൽക്കണം. മറ്റുള്ളവരും മനുഷ്യരാണ്, അവരുടെ വികാരങ്ങളെ മാനിക്കണം, അവരുടെ ജീവന് വിലയുണ്ട്, അവരുടെ സ്വത്തിന് വിലയുണ്ട്, അവരുടെ രക്തത്തിന് വിലയുണ്ട് എന്ന് പറയുന്ന ആ വിശാലമായ മനസ്സിൽ നിന്ന് മനുഷ്യൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ മനുഷ്യൻ ആധുനികമായി ടെക്നോളജിക്കലി ധാരാളം പുരോഗതിപ്പെടുന്നു, അല്ലെങ്കിൽ പുരോഗതിപ്പെട്ടു, ശാസ്ത്രീയമായ മനുഷ്യൻ ഉയർന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും മനുഷ്യൻ മാനുഷികമായി ഏറ്റവും അധപ്പതിച്ച ഒരു തലത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകം മാനുഷികതയാണ്. മാനുഷികത എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് എല്ലാവരെയും സുഹൃത്തുക്കളായി, സഹോദരങ്ങളായി, സഹജീവികളായി കാണാനുള്ള വിശാലമായൊരു മനസ്സാണ്. ആ മനസ്സ് നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് വലിയ അപജയങ്ങൾ സംഭവിക്കുന്നു. അത്തരം അപജയങ്ങളാണ് ഇന്ന് ലോകത്ത് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാമുള്ള മറുമരുന്ന് എന്ന് പറയുന്നത് മനുഷ്യവികാരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സംസ്കരിക്കുവാനും ആധ്യാത്മികമായി മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുവാനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. ആ ശ്രമങ്ങളുടെ ഭാഗമായി പരിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെച്ച ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത്. എന്ന് മാത്രവുമല്ല, വിശുദ്ധമായ റമദാനിൻ്റെ ഓരോ രാപ്പകലുകളും ആ അർത്ഥത്തിൽ മനുഷ്യനെ സംശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലോകം ഈ മാസത്തെ ആചരിക്കുന്നതും അതുപോലെ തന്നെ ബഹുമാനിക്കുന്നതും. കേവലം മുസ്ലിം വിശ്വാസികൾ മാത്രമല്ല, മുസ്ലിംകളല്ലാത്ത വിശ്വാസികളും വിശ്വാസികളില്ലാത്തവരുമൊക്കെ പരിശുദ്ധമായ റമദാനിനോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി സന്നദ്ധമാകുന്നുണ്ട്. റമദാൻ ഉയർത്തിവിടുന്ന ആത്മീയമായ ആ സന്ദേശങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം, പരിശുദ്ധമായ റമദാൻ പ്രമാണിച്ചുകൊണ്ട് സഹജീവി കരുണ പ്രകടിപ്പിക്കുന്ന അർത്ഥത്തിൽ എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ട് തന്നെ ഇഫ്താറുകളും അനുബന്ധ കാര്യങ്ങളുമൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം അതിനൊക്കെ പ്രചോദനമാകുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ആ അർത്ഥത്തിൽ ശുദ്ധീകരിച്ചെടുക്കുവാനും അപരസ്നേഹം അവൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കുവാനും വിശുദ്ധമായ റമദാൻ അവസരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. റമദാനിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ആത്മീയമായ ഊർജ്ജവും നമ്മോത്കർഷവും അത് സ്വന്തം ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ലോകത്തെ സ്നേഹം അത് സൃഷ്ടിക്കുവാനും പകരുവാനും നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതാണ് കാണാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപരവികാരത്തെ മാനിച്ചുകൊണ്ടല്ലാതെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, യുദ്ധം അത് മനുഷ്യൻ ജീവിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അതിന് അനിവാര്യതയും ഉണ്ട്. ഇന്നത്തെ യുദ്ധങ്ങൾ അനിവാര്യമാണോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ചർച്ച. അതേസമയം യുദ്ധങ്ങൾ ഉണ്ടാകാം. രാജ്യങ്ങളായി അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളായി മനുഷ്യൻ നിലകൊള്ളുമ്പോൾ യുദ്ധങ്ങളുണ്ടാകാം. പക്ഷേ യുദ്ധമുഖത്ത് പോലും സഹജീവി സ്നേഹം എന്ന് പറയുന്ന ഒരാശയത്തിന് വില കൽപ്പിക്കണം എന്ന് പഠിപ്പിച്ചു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിമിതങ്ങൾ പറഞ്ഞല്ലോ, യുദ്ധമുഖത്തേക്ക് അനിവാര്യമായ ഘട്ടത്തിൽ നീങ്ങുന്ന തൻ്റെ പ്രിയപ്പെട്ട സഹചരോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഉപദേശം എന്താണ്? നിങ്ങളൊരിക്കലും തന്നെ ശത്രുവിനെ കണ്ടുമുട്ടരുത് എന്ന്, കണ്ടുമുട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. അഥവാ ശത്രുവുമായി നേരിട്ട് അഭിമുഖമായി ഏറ്റുമുട്ടാൻ വേണ്ടി സർവായുധ സജ്ജരായി പോകുന്ന സൈന്യത്തോട് നിബിധങ്ങൾ നൽകുന്ന ഉപദേശമാണ്. ശത്രുവുമായി സന്ധിക്കണം എന്നല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, മറിച്ച് ഈ ശത്രുവുമായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് മുക്തമാകുന്ന ഒരു സമാധാനാന്തരീക്ഷം ഉണ്ടാകണം. വസ്അലുല്ലാഹൽ ആഫിയ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട് നിങ്ങൾ സമാധാനത്തിന് തേടുവീൻ എന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അനിവാര്യമായ ഘട്ടത്തിൽ യുദ്ധം ചെയ്യുന്നിടത്ത് പോലും സ്ത്രീകളെയോ കുട്ടികളോ വയോവൃദ്ധരെയോ പർണശാലകളിൽ കഴിയുന്ന സന്യാസിമാരെയോ അതല്ലെങ്കിൽ കൃഷി ഭൂമികളെയോ
മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥകളെയോ അന്യജീവികളെയോ ഒന്നും നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള കർക്കശമായ നിലപാട് അത് ഇസ്ലാം സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട വിശ്വാസമാർത്ഥങ്ങൾ നടപ്പിലാക്കി. അതുകൊണ്ട് തന്നെ 23 കൊല്ലം വിപ്ലവാത്മകമായ മുന്നേറ്റം അറേബ്യയിൽ കാഴ്ചവെച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തുച്ഛമായ ആളുകൾ മാത്രമാണ് യുദ്ധത്തിൽ മരിച്ചു വീഴേണ്ട അവസ്ഥയുണ്ടായത്. എന്നാൽ ഇന്നത്തെ യുദ്ധമോ നമുക്കറിയാമല്ലോ, ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ 100, 200, 500 ആളുകളെ നിർദാക്ഷിണ്യം കൊല്ലുക. അതാരെയാണ് കൊല്ലുന്നത്? സ്ത്രീകളെ, അതുപോലെ തന്നെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെ. രാഷ്ട്ര നേതാക്കന്മാർ ഏറ്റവും സുരക്ഷിതമായ ബങ്കറുകളിലോ അതല്ലെങ്കിൽ അവരുടെ സൗഹൃദ രാജ്യങ്ങളിലോ പോയി ഒളിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ മാനവികമായ മൂല്യം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. മാനുഷികമായ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കിരാതമായ നീക്കങ്ങളെയും നയങ്ങളെയും ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മൾ അപരൻ്റെ വികാരം മാനിക്കണം പൂർണ്ണമായി. നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, അന്യൻ്റെ ഷൂവിൽ നിന്ന് കാര്യങ്ങൾ കാണുക എന്നാ പറഞ്ഞർത്ഥം. മറ്റൊരുത്തൻ്റെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവൻ്റെ വികാരത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നൊരു ചൊല്ല്. തിരുനബി അതാണ് ചെയ്തത്. ഒരിക്കൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സഹാബത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വല്ല വസ്തുക്കളും വാങ്ങിക്കൊണ്ടു പോവുകയാണെങ്കിൽ, വല്ല വിഭവങ്ങളോ പഴങ്ങളോ മിഠായിയോ അങ്ങനെ തുടങ്ങിയിട്ട് എന്തെങ്കിലും കുട്ടികൾക്ക് സന്തോഷത്തിന് വാങ്ങിക്കൊണ്ടുപോകൽ ഏറ്റവും പുണ്യമുള്ളൊരു കാര്യമായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നത്. അങ്ങനെ വാങ്ങിക്കൊണ്ടു പോവുകയാണ് എങ്കിൽ അവിടെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ അയൽവാസിക്ക് അതിൽ ഒരു പങ്ക് നിങ്ങൾ കരുതണം. അയൽവാസി മുസ്ലിമോ അമുസ്ലിമോ അതൊന്നും ഇവിടെ ചോദ്യമില്ല. അയൽവാസിക്കൊരു പങ്ക് നിങ്ങൾ കരുതുക. അയൽവാസിക്കൊരു പങ്ക് കരുതാൻ നിങ്ങൾക്കില്ല, നിങ്ങളുടെ കാശ് അതിന് തികയില്ല, നിങ്ങൾ വാങ്ങിയ വിഭവങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമേ തികയുള്ളൂ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വദഖിൽ ഹാസിറ, അയൽവാസി കാണാതെ ആ പൊതി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കണമെന്ന്. ഇത് പറഞ്ഞ് നിർത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ അയൽവാസി കാണാതെ വീട്ടിലേക്ക് എത്തിച്ച പൊതിയിൽ നിന്ന് വല്ലതും എടുത്ത് നിങ്ങൾ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞ് കഴിച്ച് അത് കടിച്ചു പിടിച്ച്, ആ ആപ്പിളോ അതല്ലെങ്കിൽ ഓറഞ്ചൊക്കെ കടിച്ചു പിടിച്ച്, അല്ലെ ആ ബിസ്ക്കറ്റ് കടിച്ചു പിടിച്ച് എട്ടും പൊട്ടും തിരിയാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞ് വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയുടെ വീട്ടിലെ കുഞ്ഞ് ഇത് കാണാൻ സാധിക്കില്ല. ആ കുഞ്ഞിൻ്റെ പിതാവ് അവിടെ ഉണ്ടാവുകയില്ല, അതല്ലെങ്കിൽ മാതാവ് ഉണ്ടാവുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇപ്പോൾ ആ കുഞ്ഞൊരു ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ എത്തിച്ചു കൊടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല. നിങ്ങളുടെ കുഞ്ഞ് അത് തിന്നുന്നത് ഈ അയൽവാസിയുടെ വീട്ടിലെ കുഞ്ഞ് കാണുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഹൃദയം പിടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ അവസരം സൃഷ്ടിക്കരുതേ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ കുട്ടിയുടെ വിചാരത്തെപ്പോലും മാനിക്കാൻ തയ്യാറാകുന്ന വിശാലമായ ഒരു മനസ്സ്, ആ മനസ്സ് സൃഷ്ടിച്ചെടുക്കാനാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രമിച്ചത്. ആ മനസ്സ് സൃഷ്ടിച്ചെടുക്കാനാണ് യഥാർത്ഥത്തിൽ നോമ്പാചരണമുള്ളത്. അതല്ലാതെ കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് രാത്രി സമയത്ത് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ഒരു വിചാരങ്ങളെയും നിയന്ത്രിക്കാതെ വീണ്ടും പഴയതുപോലെ മാനുഷികമായ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ചിന്താഗതികളും പ്രവർത്തനങ്ങളുമായി കടന്നു പോകാൻ അല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി മറ്റുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.